ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ മൊബൈലിൽ സാധാരണ രീതിയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ട്രൈപോഡിലോ ഗിംബലിലോ ഷൂട്ട് ചെയ്യുന്ന അതേ ക്വാളിറ്റിയിലും അതേ ഭംഗിയിലും എങ്ങനെ മാറ്റിയെടുക്കാൻ നമുക്ക് നോക്കാം. ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുമോ, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പൂർണ്ണമായിട്ട് മനസ്സിലാകൂ. ആദ്യം നമ്മൾ സാധാരണ പോലെ വീഡിയോ ഷൂട്ട് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ എക്സാമ്പിളോട് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കാണാം, കൈ വെച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷേക്ക് ചെയ്യുന്ന കാണാം. അപ്പോൾ ഒരു ക്വാളിറ്റിക്ക് ഒരു ഭംഗിക്കുറവുണ്ട്. അപ്പോൾ ഈ വീഡിയോക്ക് ഒരു ഭംഗിക്കുറവ് വരും. അപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഗൂഗിൾ ഫോട്ടോസ് എന്ന ഓപ്ഷൻ എടുക്കുക. ഇവിടെ നമ്മൾ ഷൂട്ട് ചെയ്ത വീഡിയോ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് സൈഡിൽ ഇങ്ങനെ ഈ ഒരു ഓപ്ഷൻ കാണാം. ഇത് വീണ്ടും ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ സ്റ്റെബിലൈസിംഗ് എന്നുള്ള ഓപ്ഷൻ വരും. അത് പൂർത്തീകരിച്ച് കഴിയുമ്പോൾ മുകളിൽ സേവ് എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ വീഡിയോ സ്റ്റെബിലൈസായി നമ്മുടെ ഗാലറി സേവ് ആയിട്ടുണ്ട്. നമ്മൾ വീണ്ടും ഗാലറി ചെയ്യുന്ന വീഡിയോ സെലക്ട് ചെയ്യുക. ഇവിടെ ആ വീഡിയോ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാം യാതൊരു ഷേക്കും വന്നിട്ടില്ല. നേരത്തെ നമ്മൾ ഷൂട്ട് ചെയ്ത വീഡിയോ അതേ വീഡിയോ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ സ്റ്റെബിലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ യാതൊരു ഷേക്കും വരാതെ നല്ല ക്വാളിറ്റിയിൽ ട്രൈപോഡിൽ എടുത്ത അതേ ക്വാളിറ്റി തന്നെ നമുക്കിവിടെ കാണാം. ഇതിൻ്റെ ഡിഫറൻസ് കാണണമെങ്കിൽ ഞാൻ ആ പഴയ വീഡിയോയും ഈ സ്റ്റെബിലൈസ് ചെയ്ത വീഡിയോയും കൂടെ തമ്മിൽ ഒരു സ്ക്രീനിൽ കാണിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം രണ്ടിൻ്റെയും ഡിഫറൻസ്. ഒന്ന് വീഡിയോ സ്റ്റെബിലൈസ് ചെയ്ത് കഴിഞ്ഞതും മറ്റേത് അല്ലാതെ എടുത്തതും തമ്മിലുള്ള ഡിഫറൻസ് ഇവിടെ കാണാം. ഇവിടെ നോക്കാമെങ്കിൽ കാണാം സ്റ്റെബിലൈസ് ചെയ്ത വീഡിയോ ട്രൈപോഡ് ഉപയോഗിച്ച് എടുത്ത അതേ ക്വാളിറ്റിയിലായിരിക്കും നമ്മുടെ ഈ വീഡിയോ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ട്രൈപോഡ് ഇല്ലെങ്കിൽ പോലും നമുക്ക് കൈകൊണ്ട് സാധാരണ രീതിയിൽ ഷൂട്ട് ചെയ്തിട്ട് ഈ സ്റ്റെബിലൈസറിൻ്റെ ഓപ്ഷൻ ചെയ്യാമെങ്കിൽ നമുക്ക് നല്ല ക്വാളിറ്റിയിൽ വീഡിയോ കിട്ടുന്നതാണ്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. ഇത് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. അപ്പോൾ തുടർന്ന് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.